സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമങ്ങളെയും ഹൈക്കോടതി ഉത്തരവുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസിമാരെ തന്നിഷ്ടപ്രകാരം തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് മാത്രമേ സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കാൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകൾ മാത്രം പിന്നിടുന്ന സമയത്താണ് സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വിസിയായി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കം ചാൻസലർ നടത്തുന്നതെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. മാത്രമല്ല, ഇതനുസരിച്ച് കൊടുക്കാൻ ആവില്ല എന്നും നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുള്ള നീക്കം അവസാനിപ്പിച്ചില്ല എങ്കിൽ ചാൻസലർ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമരച്ചൂട് അറിയുമെന്നും കേരളത്തിലെ UDF നേതൃത്വവും KSU, MSF ഉൾപ്പെടെയുള്ള അവരുടെ വിദ്യാർത്ഥി സംഘടനകളും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന കാവ്യവൽക്കരണത്തെ പിന്തുണച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നും SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ K. അനുശ്രീ സെക്രട്ടറിയായ PM ആഷോയും പ്രസ്താവനയിലൂടെ പ്രതികരിച്ചിരുന്നു. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി R. ബിന്ദുവും രംഗത്തെത്തി. സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനത്തിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണത്തിൽ മറുപടി ഇല്ല എന്നായിരുന്നു ഗവർണറുടെ നിലപാട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും ഇത് ആദ്യമായല്ല കൊമ്പ് കൊടുക്കുന്നത്. എന്നാൽ ഇക്കുറി പോരൽപ്പം കടുത്ത മട്ടാണ്. ഗവർണർ സർക്കാർ തർക്കം തുറന്ന സംഘടനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ബിന്ദു പറഞ്ഞത്. സർക്കാർ പാനൽ വെട്ടി VCയെ നിയമിച്ച നടപടി ഹൈക്കോടതി വിധിയുടെയും സർവകലാശാല നിയമത്തിന്റെയും ലംഘനമാണ്. ഗവർണർക്കെതിരായ കോടതി വിധികൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട്. അധികാര പരിധിയിൽ നിന്നാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന് പറഞ്ഞ ഗവർണർ മന്ത്രിയോട് തർക്കിക്കാൻ ഇല്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ സർക്കാർ കോടതിയെ സമീപിച്ചോട്ടെ എന്നതായിരുന്നു ഗവർണറുടെ നിലപാട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിരോധം കൂടി തീർക്കാനാണ് സർക്കാരും CPM-ഉം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവ് പുറത്തിറക്കിയതനുസരിച്ച് ഡോക്ടർ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാകും. നേരത്തെ തന്നെ സാങ്കേതിക സർവകലാശാല, അതായത് KTUവിന്റെ VC ആയിരുന്നു. എന്നാൽ ഇതിനെതിരെ സർക്കാർ രംഗത്തെത്തുകയായിരുന്നു. സർക്കാരിന്റെ അനുമതി കൂടാതെയാണ് വൈസ് ചാൻസലറായി ചുമതലയേറ്റതെന്ന് ആരോപിച്ചുകൊണ്ട് സിസയ്ക്കെതിരെ സർക്കാർ അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങി. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും സർക്കാർ തിരിച്ചടി നേരിട്ടു. സിസ തോമസിനെതിരെ സർക്കാർ സ്വീകരിച്ച അച്ചടക്ക നടപടി 2023 മാർച്ച് 30-നാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും കേസ് ഫയലിൽ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ നീക്കത്തോടെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ നിയമനം വീണ്ടും വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി വിധി തനിക്ക് അനുകൂലമാണെന്നും VC നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നുമാണ് ഹൈക്കോടതി വിധിയെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വിധിയെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപായി കോടതി വിധി പൂർണ്ണമായും പഠിച്ചതിന് ശേഷം ചോദ്യങ്ങളുമായി വരൂ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ താനില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാനുള്ളതെല്ലാം പറയാനും അഭിപ്രായ പ്രകടനം നടത്താനുമുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും ഗവർണർ പറഞ്ഞു. ജനാധിപത്യത്തിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ വിഷയത്തിൽ തീരുമാനമറിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ തലവൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായ അധികാരം UGC റെഗുലേഷൻ ആക്ട് പ്രകാരം വിനിയോഗിക്കുകയാണ് ഞാൻ ചെയ്തത്. യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് വൈസ് ചാൻസലർ ഒപ്പുവെക്കേണ്ടതായ സർട്ടിഫിക്കറ്റുകൾ മതിയായ സമയത്ത് ലഭിക്കുന്നില്ലായിരുന്നു. ഹൈക്കോടതിയുടെ വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ഒരു മാസമായി മറ്റാരെയും താൻ പകരം നിയമിക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? കാരണം ഹൈക്കോടതിയിൽ നിന്നുള്ള വ്യക്തത ഇക്കാര്യത്തിൽ അനിവാര്യമായിരുന്നു. ചാൻസലർക്കാണ് അധികാരമുള്ളത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി. ഇതായിരുന്നു ഗവർണറുടെ വാദം. സംസ്ഥാനത്തിന് യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെയും നിരീക്ഷണം. മാധ്യമങ്ങൾ സെൻസേഷനുകൾ മാത്രം സൃഷ്ടിക്കുകയാണെന്നും കോടതി വിധി വായിച്ച് ഉൾക്കൊള്ളുന്നില്ല എന്നും ഗവർണർ പറഞ്ഞു. കൊച്ചി സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചുകൊണ്ട് ഗവർണർ നേരത്തെ തന്നെ ഉത്തരവിറക്കിയിരുന്നു.